നീ പറയേ, ഞാൻ എവിടേക്കാ പോണ്ടേ? ആണൊരുത്തനാണ് ചാത്തനെന്ന് ഞാൻ കരുതി. എന്നെ സംരക്ഷിക്കണം. ചാളയിലൊരു കീറപ്പായുണ്ട്, അതെടുത്തോ. പുലർന്നിട്ടില്ലാലോ. ഇത്ര നേരത്തെ എവിടേക്കാ? ഉമ്പരാട്ടിയെ കുറിച്ച് വാർത്തയിരുന്ന് നേരം പോയാൽ അറിഞ്ഞില്ല. വെള്ളം അനത്തി തൊണ്ട നനയ്ക്കണം, കിഴങ്ങ് കൂട്ടിന്ന് വയറ് നിറയ്ക്കണം. ചെറുമക്കുടിക്ക് അയിത്തമുള്ളതുകൊണ്ടും ഏന് പെണ്ണില്ലാത്തതുകൊണ്ടും ഉമ്പറാക്കന്മാർ ഇവിടെ വരില്ല. അന്തിക്ക് ഞാൻ തിരിച്ചു വരും വരെ തനിയെ കാത്തോണം. ഇനി എത്തിയിട്ടില്ല. ഇന്നലെ അവനെ നീലി അടിച്ചിട്ടമ്പ്ര. എവിടോട്ട്? ചാളയിൽ വെച്ച്. കാവൽ ചാളയിലോ? അതോ? ആ, കാവൽ ചാളയില്. ചട്ടോ? മന്ത്രവാദി ഒഴിപ്പിച്ചു വിട്ട്. ഭാഗ്യായി. 2 കാളകൾ ചെയ്യുന്ന പണി അവൻ ഒറ്റയ്ക്ക് ചെയ്യും. ചട്ട അതൊരു നഷ്ടായനെ. കേമനവൻ മുഖം വലിക്കുമ്പോ ഇവൻ നിന്ന് കിടക്കും. തളർത്തയില്ലാത്തൊരു ജന്തു അവൻ. അവൻ ഇവനെക്കാളും ചെറുപ്പമല്ലയോ തിരുമേനി? പോരാത്തതിന് പെണ്ണും പിടക്കോഴിയൊന്നും ഇല്ലേ താനും. അത് നമുക്കൊരു നഷ്ടായി. നിന്റെ മോളെ വിടറ. ആ തെറിച്ച അടി. ചാത്താ, ചാത്താ,
ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ. മൈന പൊക്കന്റെ മോള്. ചാത്തൻ എവിടെ? ചാത്തനിപ്പോ താഴ്ത്തി വെക്കടാ അങ്ങോട്ടല്ല. ആ പിടിക്കാൻ കൂട്ട്. എന്നാടാ ആര് കേറ്റങ്ങോട്ട്. ആ കൂട്ട് പിടിക്ക. ഓ ആ കൂട്ട് പിടിച്ചോ. സ്വപ്നം കാണുന്നോടെ പണ്ണിന് എന്താ നിനക്കിട്ട് ആലോചിക്കാൻ? എന്താ പൊടിച്ച്? അതിനോട് പുറത്ത് മാപ്പാക്കണം ബ്രാ. മൃഗമായി ജനിച്ച നിന്റെ മോന് എന്ത് കുന്ത ആലോചിച്ച് കൂട്ടണേ? ആലോചിക്കാൻ സ്വപ്നങ്ങളുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾ ഉയർന്ന ജാതിക്കാർക്ക് മാത്രം അവകാശപ്പെട്ടതാ. നീചജാതികള് സ്വപ്നം കാണാനും ചിന്തിക്കാനും ഒക്കെ തുടങ്ങിയാല് കേമായി പണിയെടുക്കുക. കുംഭ നിറയ്ക്കാനുള്ള വകയൊക്കെ ഞങ്ങൾ സവർണ ജാതിക്കാരിൽ തരും. മനസ്സിലായോ? പഞ്ചപുച്ഛം അടക്കി നിന്ന് പറയുന്നത് അങ്ങോട്ട് അനുസരിക്കുക. എന്നാലേ ജീവിക്കാം, അല്ലേലേ പെട്ടെന്ന് മണ്ണിനടിയിലോട്ടങ്ങ് പോവും. ചിന്തിച്ചു കൂട്ടിയ പരിഷ്കാരികള് കലികാലത്തിന് കൊണ്ടുവന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ വിനയായില്ലേ പൊടിച്ച്? ചീല കൊണ്ട് മാറുമറച്ചപ്പോ എന്ത് നേട്ടാ ഉണ്ടായത്? ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ? അല്ല, നിങ്ങൾ പ്രായമായവര് മറച്ചോ. പക്ഷെ ചെറുപ്പക്കാരെ പിള്ളേരോട് പറയണം, വെറുതെ മെനക്കെട്ട് ഈ പണിക്ക് പോകരുതെന്ന്. മനസ്സിലായോ? ജന്മിമാർക്ക് ആസ്വദിക്കാനും സുഖസൗകര്യങ്ങൾ ഒരുക്കാനുമാണ് ദൈവം നീചജാതികളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അറിയോ നിനക്ക്? മാറിയിരിക്കുക നീചജാതികള്. അത് നിങ്ങളുടെ വിശ്വാസം മാത്രമാണ്. മനുഷ്യജാതി എന്നല്ലാതെ മറ്റൊരു ജാതി ഉണ്ടോ? അബലയായ സ്ത്രീയെ സംരക്ഷിക്കുക എന്നുള്ളത് പുരുഷധർമ്മത്തിന്റെ ഭാഗമാണ്. എന്തേ ചാത്തനൊന്നും പറയാത്തേ? മണ്ണി പൊന്ന് വിളയിക്കാനല്ലാതെ ഏന് വേറൊന്നും അറിയില്ല അമ്പുരാട്ടി. അത് പോരാ ചാത്ത. ഈ ചാളയിലെത്തുന്നത് വരെ ഉണ്ണുന്നത് ഉറങ്ങുന്നതുമാണ് ജീവിതമെന്ന് ഞാൻ കരുതി. മുഹമ്മദീയരുടെ ക്രൂരമായ മതപരിവർത്തനങ്ങൾക്കിടയിൽ ചാരിത്രം സംരക്ഷിക്കാൻ ഓടിയ ഞാൻ ഇവിടെത്തി. മുഹമ്മദീയരില്ലായിരുന്നെങ്കിൽ ഈ സത്യം അറിയാതെ ഞാനും മണ്ണടിഞ്ഞേനെ. എന്ത് സത്യം? ഞാനുണ്ടത് ആരുടെ അധ്വാനത്തിന്റെ ഫലമാണെന്ന്, പാടത്ത് വിളഞ്ഞതൊക്കെയും ആരുടെ വിയർപ്പാണെന്ന്. അകത്തളങ്ങളിൽ അടച്ചിടുകയല്ലാതെ ജീവിതം എന്തെന്ന് സവർണ മേധാവിത്വം സ്ത്രീകളെ പഠിപ്പിച്ചില്ല ചാത്ത. അമ്പുരാട്ടി ചാളെ കഴിയണ ശരിയാവൂല. അമ്പുരാട്ടി പോണം, എവിടെയെങ്കിലും പോയി സന്തോഷമായിട്ട് കഴിയണം. ഞാനിവിടെ നിൽക്കുന്നത് ചാത്തന് ഇഷ്ടമല്ല. അമ്പുരാട്ടി പോണം, അമ്പുരാട്ടി പോണം. ഈ ചാള വിട്ട് ഞാൻ പോണെങ്കിൽ അത് മണ്ണിലോട്ട് മാത്രമായിരിക്കും.
പക്കിട്ട 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 പക്കിട്ട. വിളിപ്പിച്ച എന്തിനാ പറ? എടാ പൊക്ക, ഇന്നലെ രാത്രിയിൽ ഈ കാന്താരി എവിടെയായിരുന്നു? ചെറുമക്കുടിയിലോ അതോ കാവൽച്ചാളയിലോ? എന്റെ കൂടെ കാവൽച്ചാളയിലാ പറ. അതെന്തിനാണ് എപ്പോഴും പൊക്കണം കെട്ടി നടക്കുന്ന പോലെ ഇവിടെ കൂടെ കൂടി നടക്കുന്നത്? തള്ളയില്ലാത്ത പിള്ളയല്ലേ അമ്പ്ര. അതുകൊണ്ടാണ് വിധി ഞാൻ പറയണേ. ഇനി മുതല് അവള് ചെറുമക്കുടി കഴിഞ്ഞാൽ മതി. അത് പറ്റില്ല അമ്പ്ര. എന്ത്? തലയും മേലയും വളരണ പ്രായമല്ലേ അമ്പ്ര. എന്തേലും ഏനക്കേട് പറ്റിയാല് എന്താ എനക്കൊരു പറ്റാൻ? എടി പെണ്ണെ, ഉണ്ണാൻ തരുന്നതും ഉടുക്കാൻ തരുന്നതും ജമ്മിയാ. നീയെ ഒരു പെണ്ണാണോ അല്ലയോ എന്നറിയാനുള്ള അവകാശം ജന്മിക്കുണ്ട്. പൊക്കന്റെ പിന്നാലെ നടന്ന് വെറുതെ നിന്റെ പ്രായം തൊലിക്കല്ലേടി. ആ അങ്ങനെ പറഞ്ഞുകൊടു നായരെ. പാവം പെണ്ണ്. ആ ചീലി അഴിച്ച് അരലോട്ട് കെട്ടിട്ടോ ഒന്ന് തുള്ളി ചാടടി. നാ ഒന്ന് കാണണ്ടേ? തിരുമേനി പറഞ്ഞ കേട്ടില്ലെന്നുണ്ടോ? ഇങ്ങനെ അനുസരിക്ക. എന്താ നിങ്ങൾക്കിപ്പോ എന്താ കാണണ്ടേ? അല്ല അതിപ്പോ ഈ അഴിച്ച സ്ഥിതിക്കൊന്ന് കണ്ടേച്ച്. അതെ അതെ എന്താ നിങ്ങൾക്കിപ്പോ എന്താ കാണണ്ടേന്ന് അറയിലേക്ക് വരിക. എന്തിനാ? ഒരു കാര്യം പറയാനുണ്ട്. അതെ എന്റെ കല്യാണി, നടുവിന് തീരെ സുഖമില്ല. ആ നാണുവൈദ്യം ഒന്ന് തിരുമാന്ന് പറഞ്ഞിട്ട് ഒട്ട് കാണുന്നില്ല. നിക്ക. പ്രായമായ പെണ്ണിനെ ജന്മിമാർക്ക് മുന്നിൽ കെട്ടി എഴുന്നള്ളിക്കണു. നാണമുണ്ടോ നിനക്ക്? മാളികയ്ക്കുള്ളിലെ അന്തർജനങ്ങൾ അനുഭവിക്കുന്ന ദാരിദ്ര്യം എന്തെന്ന് നിങ്ങൾക്കറിയില്ല. മേലിൽ ഇവളെയും കൊണ്ട് ഈ മുറ്റത്തേക്ക് വരരുത്. അയാളുടെ കണ്ണിൽ ഇവളെ കാണുകയും ചെയ്യരുത്. പൊയ്ക്കുള്ളൂ. എന്നിട്ട് നീ എന്നെ കുറിച്ച് പറഞ്ഞോ? മൈന നെറിയുള്ളോളാ. ഇമ്പിരാട്ടി അന്ന് എന്നോട് എന്താ പറഞ്ഞേ? നമ്മൾ തമ്മിൽ കണ്ട കാര്യം ചാത്തം പോലും അറിയരുതെന്നല്ലേ? നിനക്കറിയില്ലേ എന്റെ സ്ഥിതി?